Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ഫസ്റ്റ് കിങ്ഡം ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് കിങ്ഡം മൊണീറ. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം 5 കിങ്ഡംസ് ഉണ്ട്. 5 കിങ്ഡംസ് ആണ് നമ്മൾ കാണുന്നത്: മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, അനിമേലിയ ആൻഡ് പ്ലാന്റ്. അതിലെ മൊണീറ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ. രണ്ടാമത്തെ കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റ വരുന്നത്. ഈ പ്രോട്ടിസ്റ്റയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ദേ ആർ യൂണിസെല്ലുലാർ. എല്ലാവർക്കും അറിയാം പ്രസൻസ് ഓഫ് ഓൺലി വൺ സെൽ, അതാണ് യൂണിസെല്ലുലാറിന്റെ അർത്ഥം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ടുള്ളത്, സെൽസ് ആർ യൂകാരിയോട്ടിക്. അതിന്റെ മീനിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. യൂകാരിയോട്ടിക് മീൻസ് പ്രസൻസ് ഓഫ് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. ഇത് രണ്ടുമാണ് പ്രോട്ടിസ്റ്റ കിങ്ഡത്തിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, യൂണിസെല്ലുലാർ ആൻഡ് യൂകാരിയോട്ടിക്. അപ്പോൾ ഇത് നമുക്ക് മൊണീറയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക. കുറേ കിങ്ഡംസ് ഇങ്ങനെ വരുമ്പോൾ എല്ലാ പോയിന്റ്സും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കിങ്ഡം മൊണീറ പ്രോട്ടിസ്റ്റയുമായിട്ട് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? യൂണിസെല്ലുലാർ ആണ് മൊണീറ, യൂണിസെല്ലുലാർ ആണ്. പ്രോട്ടിസ്റ്റയും യൂണിസെല്ലുലാർ ആണ്. ഡിഫറൻസ് ഇൻ ദ യൂകാരിയോട്ടിക് നേച്ചർ ആണ്. കിങ്ഡം മൊണീറ വരുമ്പോൾ അത് പ്രോകാരിയോട്ടിക് ആണ്. പ്രോകാരിയോട്ടിക് ആണ്. ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മൊണീറ ആൻഡ് പ്രോട്ടിസ്റ്റ. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. പ്രോട്ടിസ്റ്റയിൽ യൂകാരിയോട്ടിക് ആണ്, മൊണീറയിൽ പ്രോകാരിയോട്ടിക് ആണ്. രണ്ടും യൂണിസെല്ലുലാർ ഇൻ നേച്ചർ ആണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എക്വാട്ടിക് ആണ്. എക്വാട്ടിക് മീൻസ് വാട്ടർ സിസ്റ്റത്തിലാണ് കാണുക, അല്ലെങ്കിൽ മോയിസ്റ്റുള്ള സ്ഥലത്തായിരിക്കും ഇവ കാണുക. പ്രസൻസ് ഓഫ് വാട്ടർ അതിന് റിക്വയർമെന്റ് ഉണ്ട്. മൊണീറ നമ്മൾ പഠിച്ചതാണ്, ദേ ആർ ഫൗണ്ട് ഇൻ എനിവേർ ഇൻ ദ എർത്ത്. അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റിയ ആൾക്കാരാണ് മൊണീറ കിങ്ഡത്തിലുള്ളത്. പ്രോട്ടിസ്റ്റ എക്വാട്ടിക് ആണ്, ഫ്രഷ് വാട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ മറൈൻ വാട്ടർ ആയിരിക്കാം. ഇതാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടിസ്റ്റ. നമ്മൾ മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചതാണ്. അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റയും 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ ഓട്ടോട്രോഫിക്, രണ്ടും ഒന്ന് തന്നെയാണ്. ഫോട്ടോസിന്തറ്റിക് ഓർ ഓട്ടോട്രോഫിക് പ്രോട്ടിസ്റ്റ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതർ ഓർഗാനിസംസ്. ഫോട്ടോസിന്തറ്റിക് ആണ്, ഓട്ടോട്രോഫിക് ആണ്. ആ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടിസ്റ്റയാണ് ഒന്നാമതായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഹെറ്ററോട്രോഫിക് പ്രോട്ടിസ്റ്റ. ഈ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് അർത്ഥമാവും. Then heterotrophic means they cannot prepare their own food, so they depends upon other organisms for their food. മൂന്നാമതായിട്ട് വരുന്നത് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ. ഇതാണ് 3 ഡിഫറെന്റ് ഗ്രൂപ്പ് വരുന്നത്: ഫോട്ടോസിന്തറ്റിക് ഓർ ഓട്ടോട്രോഫിക് പ്രോട്ടിസ്റ്റ, ഹെറ്ററോട്രോഫിക് പ്രോട്ടിസ്റ്റ ആൻഡ് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ. ഈ ഹെറ്ററോട്രോഫിക്കിന് വേണമെങ്കിൽ നമ്മൾ പ്രോട്ടോസോവൻ പ്രോട്ടിസ്റ്റ എന്ന് കൂടി ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇതാണ് 3 ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് പ്രോട്ടിസ്റ്റ. മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ ആർക്കിബാക്ടീരിയ, യൂബാക്ടീരിയ, മൈക്കോപ്ലാസ്മി ആണെങ്കിൽ ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ കമ്പയർ ചെയ്ത് പഠിക്കുക: ഫോട്ടോസിന്തറ്റിക്, ഹെറ്ററോട്രോഫിക് ആൻഡ് സാപ്രോഫൈറ്റിക്. ഇതാണ് ജനറൽ ആയിട്ട് പ്രോട്ടിസ്റ്റയെ കുറിച്ചിട്ട് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. Now we are discussing about the first group under Protista, that is photosynthetic Protista. Photosynthetic is also known as autotrophic. അതിലെ 3 ഡിഫറെന്റ് ഗ്രൂപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ക്രൈസോഫൈറ്റ. വേർഡ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, ക്രൈസോഫൈറ്റ. സെക്കൻഡ് വൺ ഈസ് ഫൈറോഫൈറ്റ. Third one is a similar word for you, that is euglenoids. These are the 3 different groups under photosynthetic Protista. Well, the first one namukku eduthu aadyam padikkan, that is Chrysophyta.
ഈ പറയുന്ന എല്ലാ വേർഡുകൾക്കും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ജനറൽ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സുകളാണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ഡയാറ്റംസ്, ഡെസ്മിഡ്സ്. സെക്കൻഡ് വൺ ഡെസ്മിഡ്സ്. തേർഡ് വൺ ഗോൾഡൻ ആൽഗേ. ഇത് മൂന്നും എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പറയാം. സോ ക്രൈസോഫൈറ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് ഫസ്റ്റ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഏത് ഗ്രൂപ്പിൽ പെട്ടതാണ്? പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിൽ പെട്ടതാണ്. സോ ദേ ആർ യൂണിസെല്ലുലാർ. പറയേണ്ട ആവശ്യമില്ല. യൂണിസെല്ലുലാർ. യൂകാരിയോട്ടിക്. ഇതിന്റെ എല്ലാം വേർഡ് മീനിങ്സ് മനസ്സിലാക്കി വെക്കുക. ദെൻ മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ്. എക്വാട്ടിക്. എക്വാട്ടിക് ദാറ്റ് ഈസ് മറൈൻ ആണ്. മേജർ ഫോംസ് മറൈൻ ആണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. യൂണിസെല്ലുലാർ, യൂകാരിയോട്ടിക്, മൈക്രോ ഓർഗാനിസംസ്, എക്വാട്ടിക് ഓർ മറൈൻ ഇൻ നേച്ചർ ആണ്. മേജർ ഫോംസ് ആർ മറൈൻ. ഫസ്റ്റ് പോയിന്റ് നമുക്ക് മനസ്സിലായി. ദെൻ സെക്കൻഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്വാട്ടിക് മറൈൻ ആണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇതിന് അതിന്റെ പെക്യുലാരിറ്റീസ് ആണ് നമുക്ക് പറയാനുള്ളത്. സെൽ വാൾ. സെൽ വാളിന് ഒരു പ്രത്യേകതയുണ്ട്. മെയ്ഡ് വിത്ത് 2 halves അല്ലെങ്കിൽ 2 shells ആണ്. 2 ഷെല്ലുകൾ കൊണ്ടാണ് ഇതിന്റെ സെൽ വാള് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡയാറ്റംസ് എന്ന് പറഞ്ഞത്. ഡൈ മീൻസ് 2 എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം 2 ഹാഫ് ഉണ്ട്. ദെൻ ആ ഷെല്ലില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സിലിക്ക. Cell wall is made up of silica. Silica is not destructible അല്ലെങ്കിൽ not destroyed easily. Not destroyed. ഇതിന്റെ പ്രത്യേകതയാണ്. It cannot destroyed easily. So silica shell wall important ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് മനസ്സിലാക്കി വെക്കുക. ഈ സെൽ വാളിന് പ്രത്യേകതയുണ്ട്. ദെൻ സെൽ വാൾ ഞാൻ പറഞ്ഞു ഒരു 2 ഷെല്ലുകൾ പോലെ, 2 ഹാഫുകൾ പോലെയാണ് ഇതിന്റെ സെൽ വാൾ ഇരിക്കുന്നത്. ഇതാണ് അതിന്റെ 2 ഹാഫ്, 2 ഷെൽസ്. യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. യൂകാരിയോട്ടിക് ഇൻ നേച്ചർ ആണ്. ഈ യൂകാരിയോട്ടിക് ഷെല്ലില് ഹാഫില് സിലിക്ക ഒരു ഓർണമെന്റൽ അപ്പിയറൻസിലാണ് കാണുന്നത്. ഒരു ഡെക്കറേറ്റീവ് നേച്ചറിലാണ് ഈ സിലിക്കയുടെ ഡെപ്പോസിഷൻസ് കാണുന്നത്. നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ള ഒരു ഡെക്കറേഷൻ ആയിട്ടാണ് ഈ സിലിക്ക ഡെപ്പോസിഷൻ കാണുന്നത്. സോ ഈ സിലിക്ക ഡെപ്പോസിഷന്റെ നേച്ചർ കൊണ്ട് തന്നെ ക്രൈസോഫൈറ്റ അല്ലെങ്കിൽ ഡയാറ്റംസിനെ കോമൺ ആയിട്ട് പറയുന്നത് ജുവൽസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം. ഇത് മനസ്സിലാക്കി കൊണ്ടുവരിക. എൻട്രൻസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. Jewels of the plant kingdom. Though silica not destroyed ആയതുകൊണ്ട് തന്നെ യൂണിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഈ ഷെല്ലുകൾ ആഫ്റ്റർ ഡെത്ത് ആൻഡ് ഡീകേ ഷെൽസ് മാത്രം ഡെപ്പോസിറ്റഡ് ഓൺ ദി സർഫസ്. ദാറ്റ് ഈസ് സർഫസ് മീൻസ് ലോവർ പാർട്ടിൽ, എർത്ത് ക്രസ്റ്റിൽ, ഓഷ്യന്റെ എർത്ത് ക്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആഫ്റ്റർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ഇയേഴ്സിന് ശേഷമാണ്, ആഫ്റ്റർ ബില്യൺ ഓഫ് ഇയേഴ്സ് ബാക്ക്, കുറേ വർഷങ്ങൾക്ക് ശേഷം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആഫ്റ്റർ ദെയർ ഡെത്ത് ആൻഡ് ഡീകേ ദേ ഡെപ്പോസിറ്റ് ദി ഷെൽസ് ഓൺ ദി ലോവർ സർഫസ്, ദാറ്റ് ഈസ് എർത്ത് ക്രസ്റ്റ് ഓഫ് ഓഷ്യൻ ആൻഡ് ഇറ്റ് ഫോംസ് എ പെക്യൂലിയർ സ്ട്രക്ചർ. ആഫ്റ്റർ എത്ര വർഷം കൊണ്ടാണ്, നമുക്ക് ഒരാഴ്ചയിലൊന്നും കാണാൻ പറ്റാത്ത അത്രയും വർഷം കാത്തിരിക്കണം അങ്ങനത്തെ ഒരു പെക്യൂലിയർ സ്ട്രക്ചർ ഫോം ചെയ്യണമെങ്കിൽ. ഈ പെക്യൂലിയർ സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഡയാറ്റമേഷ്യസ് എർത്ത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഏതുള്ളത് കൊണ്ടാണ്, സിലിക്കയുടെ നേച്ചർ ഉള്ളത് കൊണ്ടാണ് ഈ ഷെല്ലുകൾ ഓഷ്യന്റെ എർത്ത് ക്രസ്റ്റിൽ വന്നിട്ട് ഡെപ്പോസിറ്റഡ് ആയിട്ട് ഒരു പെക്യൂലിയർ സ്ട്രക്ചർ ഫോം ചെയ്യും. ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത് എന്നുള്ളത്. ഇത് 1 വേർഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് സെല്ലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി സെൽ അടുത്ത പോയിന്റ് ആയിട്ട് നോ ഫ്ലജെല്ല. ഫ്ലജെല്ലോ അല്ലെങ്കിൽ ലോക്കോമോട്ടറി ഓർഗൻസോ ഇതിന്റെ കൂടെ കാണാൻ പറ്റില്ല. ഷെല്ലിന്റെ കൂടെ സെല്ലിന്റെ കൂടെ കാണാനായിട്ട് പറ്റില്ല. സോ ദേ ഫ്ലോട്ട്. എങ്ങനെയാണ് അവർ മൂവ് ചെയ്യുന്നത്? ഫ്ലോട്ട് അലോങ് വിത്ത് വാട്ടർ കറന്റ്.
വാട്ടറിന്റെ മൂവ്മെന്റിനനുസരിച്ചിട്ട് അത് പതുക്കെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ അതിന്റെ അപ്പിയറൻസ് ആയിട്ട് അതിന്റെ ഔട്ടർ ബോഡി വാളിൽ ചിലപ്പോൾ ഓയിലിന്റെ നേച്ചറും ആ ഫ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, റഫ്നെസ് നേച്ചർ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഫ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓയിൽ നേച്ചറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വാട്ടർ കറണ്ടിനനുസരിച്ചിട്ട് അത് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് പോകും. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ദെൻ ഫോട്ടോസിന്തറ്റിക് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചറൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ക്രൈസോഫൈറ്റ ഫോട്ടോസിന്തറ്റിക് ആണ്. ഗോൾഡൻ യെല്ലോ പിഗ്മെന്റ്സ് ആണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിന് ഏത് ആൽഗെ എന്ന് പറയുന്നത്? ഗോൾഡൻ ആൽഗെ എന്ന് പറയുന്നത്. ഏത് പിഗ്മെന്റ്സ് ആണ് കാണുന്നത്? ഗോൾഡൻ യെല്ലോ പിഗ്മെന്റ്സ് ആയിരിക്കും ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഗോൾഡൻ ആൽഗെ. ഈ ഗോൾഡൻ ആൽഗെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗോൾഡൻ ആൽഗെ എന്നുള്ളത്. ഗോൾഡൻ ആൽഗെ കംസ് അണ്ടർ വിച്ച് ഗ്രൂപ്പ്? ഏത് ഗ്രൂപ്പിലായിരിക്കും ഗോൾഡൻ ആൽഗെ കാണുന്നത്? ആൽഗെ മീൻസ് പ്ലാന്റ് കിങ്ഡത്തിലാണ് നമ്മൾ ആൽഗെ ഡിസ്കസ് ചെയ്യുന്നത്. ഗോൾഡൻ ആൽഗെ പക്ഷേ വരുന്നത് ഏത് കിങ്ഡത്തിലാണ്? പ്രോട്ടിസ്റ്റയിലാണ്. അപ്പോൾ ആൽഗെ ഇത് കണ്ട ഉടനെ തന്നെ പ്ലാന്റ് കിങ്ഡം ആൽഗയിലല്ല ഇത് വരുന്നത്. ഏതിലാണ് വരുന്നത്? ക്രൈസോഫൈറ്റയില്, ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റയില്, പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ താഴേന്ന് തൊട്ട് പഠിച്ചു തുടങ്ങാം. ഡയറ്റംസ്, ഡെസ്മിഡ്സ്, ക്രൈസോഫൈറ്റ ഏത് ഗ്രൂപ്പിൽ വരും? ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റയിൽ വരും. ദെൻ കിങ്ഡം ഏതാണ്? പ്രോട്ടിസ്റ്റയാണ്. ഏത് ക്ലാസിഫിക്കേഷനിലാണ് നമ്മളിപ്പോൾ പറയുന്നത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി അടുത്തൊരു പോയിന്റ് കൂടിയുണ്ട്. ദേ ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ചീഫ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആണ്, അല്ലെങ്കിൽ പ്ലാങ്ക്ടൺസ് എന്നാണ് ഇവയെ പറയുന്നത്. അതായത് നമ്മൾ ഫുഡ് ചെയിൻ ഒക്കെ വരയ്ക്കുമ്പോൾ, എക്വാട്ടിക് ഫുഡ് ചെയിൻ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് പ്രൊഡ്യൂസർ ആയിട്ട് നമ്മൾ എഴുതുക ഈ പ്ലാങ്ക്ടൺസ്, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. സോ ദേ ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. അബൌട്ട് 80% ഓഫ് ദ എക്വാട്ടിക് സിസ്റ്റത്തിൽ കംപ്ലീറ്റ് പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിലുള്ള ഈ ആൾക്കാരാണ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ സിലിക്ക. പിന്നെ അതിന്റെ ഷെല്ലിന്റെ അപ്പിയർ, ഡയറ്റമേഷ്യസ് എർത്ത്. ഈ ഏതൊരു സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാലും അതിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഇതിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ്? ഒരു ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ദേ ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. രണ്ടാമത്തെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ഈ ഡയറ്റമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ സിലിക്ക എന്ന് പറയുന്നത്. ഈ ഡയറ്റമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ സിലിക്കയുടെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ ഇവിടെ എന്താണ് അതിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് എന്നുള്ളത്? ദേ ആർ ഗിർട്ടി ആണ്. ഗിർട്ടി മീൻസ് അതൊരു റഫ് നേച്ചർ ആണ് വരുന്നത്. ദേ ആർ ഡയറ്റമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ അത് ക്രസ്റ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം മുങ്ങിക്കപ്പൽ വഴിയൊക്കെ ആയിട്ട് പോയി അത് എടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മൾ കോളും അതുപോലെ തന്നെ ഖനനം ചെയ്യുന്ന പോലെ തന്നെ ഇത് പുറത്തേക്ക് എടുത്തു കൊണ്ടുവന്നാൽ അതിന് ഒരു ഗിർട്ടി അപ്പിയറൻസ് ആണുള്ളത്. സോ ഗിർട്ടി അപ്പിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പോളിഷിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസിന്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ട്, സിറപ്പിന്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിക്കാം. അപ്പോൾ ബീയിങ് ഗിർട്ടി ഏതാണ്? ഡയറ്റമേഷ്യസ് എർത്തിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണത്. ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഏതൊരു ഗ്രൂപ്പ് പഠിച്ചാലും അത് യൂസ്ഫുൾ ആയിരിക്കാം, ഹാർംഫുൾ ആയിരിക്കാം. ഇക്കണോമിക് ഇമ്പോർട്ടൻസ്, ഒന്നാമത്തെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. രണ്ടാമത്തെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ഡയറ്റമേഷ്യസ് എർത്ത്. ബീയിങ് ഗിർട്ടി, റഫ് ഇൻ നേച്ചർ ആയതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് പോളിഷിംഗ് മെറ്റീരിയൽസ്, ഫിൽട്രേഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ, ദാറ്റ് ഈസ് ഫിൽട്രേഷൻ ഓഫ് എന്തിനു വേണ്ടിയിട്ടാണ്? ഓയിൽ, സിറപ്പ് എന്നുള്ള സെമി സോളിഡ് പോലുള്ള ജെല്ലി പോലുള്ള മെറ്റീരിയൽസ് എല്ലാം ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. ഇത്രയും കാര്യങ്ങളാണ് ക്രൈസോഫൈറ്റയിൽ പഠിക്കേണ്ടത്. ഇതിൽ വിട്ടുകളയാൻ പാടില്ലാത്ത 3 പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് ഇതിന്റെ സെല്ലിന്റെ സ്ട്രക്ചർ, നെക്സ്റ്റ് അതിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. ദെൻ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കണോമിക് ഇമ്പോർട്ടൻസ്, ചീഫ് പ്രൊഡ്യൂസേഴ്സും ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. പോയിന്റ് ആയിട്ട് പഠിക്കുക, പേര് പ്രൊനൗൺസ് ചെയ്ത് പഠിക്കുക. ഡയാറ്റംസ്, ഡെസ്മിഡ്സ്, ഗോൾഡൻ ആൽഗെ, ഇതെല്ലാം തന്നെ ക്രൈസോഫൈറ്റ ആണെന്നുള്ളതും ഇതെല്ലാം ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ ആണെന്നുള്ളതും ഇത് ഏത് ഗ്രൂപ്പിൽ വരുന്നു? പ്രോട്ടിസ്റ്റ കിങ്ഡത്തിൽ വരുന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മളിവിടെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫൈറോഫൈറ്റ ആണ്.
ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു ക്രൈസോഫൈറ്റ. രണ്ടാമത്തെ മെമ്പർ ആണ് ഫൈറോഫൈറ്റ. ഈ ഫൈറോഫൈറ്റയ്ക്കും നമുക്ക് കോമൺ നെയിംസ് ഉണ്ട്. ഫയർ ആൽഗെ എന്നാണ് അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള പേരുള്ളത്. ദെൻ അതിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഡിനോഫ്ലജല്ലേറ്റ്, ഡിനോഫ്ലജല്ലേറ്റ്സ് അല്ലെങ്കിൽ ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ്. ഫയർ ആൽഗെ അല്ലെങ്കിൽ ഡൈനോഫ്ലജല്ലേറ്റ്സ്. ഫൈറോഫൈറ്റ ഗ്രൂപ്പിൽ വരുന്ന ഡൈനോഫ്ലജല്ലേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്രൈസോഫൈറ്റയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡാറ്റംസിനെ കുറിച്ചിട്ടാണെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈനോഫ്ലജല്ലേറ്റ്സിനെ കുറിച്ചിട്ടാണ്. എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പോയിന്റ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. യൂണിസെല്ലുലാർ ആണ്, എക്വാട്ടിക് ആണ്, മറൈൻ ആണ്, യുകാരിയോട്ടിക് ആണ്. ഈ പോയിന്റ്സ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അത് പ്രോട്ടിസ്റ്റ കിങ്ഡത്തിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. അപ്പൊ എക്സ്ട്രാ വരുന്ന പോയിന്റ്സ് മാത്രമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ നമ്മൾ ഈ കമ്പയർ ചെയ്യാണ്. ക്രൈസോഫൈറ്റയിൽ ഞാൻ അവിടെ എഴുതി നോ ഫ്ലജല്ല, ലോക്കോമോട്ടറി അല്ലെങ്കിൽ മൂവ്മെന്റിന് സഹായിക്കുന്ന ഒരു ഓർഗൻസും ഏതിൽ കാണാൻ പറ്റില്ല, ക്രൈസോഫൈറ്റയിൽ കാണുന്നില്ല. പക്ഷെ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കും ഏത് ഫ്ലജല്ലയാണ്. രണ്ട് ഫ്ലജല്ലയുള്ള ഗ്രൂപ്പുകാരാണ് ഈ ഫൈറോഫൈറ്റ എന്ന് പറയുന്ന ഡൈനോഫ്ലജല്ലേറ്റ്സ് വരുന്നത്. ഈ ഡൈനോഫ്ലജല്ലേറ്റ്സിന് 2 ഫ്ലജല്ല ഉണ്ട്. അപ്പൊ പ്രസൻസ് ഓഫ് എത്ര ഫ്ലജല്ല ഉണ്ടായിരിക്കും? 2 ഫ്ലജല്ല. ലോക്കോമോഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? മൂവ്മെന്റിന് അല്ലെങ്കിൽ ലോക്കോമോഷന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നെക്സ്റ്റ് നമ്മൾ മറ്റേ സെൽവാൾ ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ സെൽവാൾ ഈസ് മെയ്ഡ് വിത്ത് സ്റ്റിഫ് സെല്ലുലോസിക് സെൽവാൾ. സെല്ലുലോസിക് സെൽവാൾ ആണ്. അപ്പൊ ഇതും നല്ലപോലെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അവിടെ സിലിക്ക സെൽവാൾ ആണെങ്കിൽ ഇവിടെ സെല്ലുലോസിക് സെൽവാൾ ആണ്. കമ്പയർ ചെയ്ത് പഠിക്കുക. 1 വേർഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റ്സ് ആണ് ഇതെല്ലാം. സ്റ്റിഫ് സെല്ലുലോസിക് സെൽവാൾ ആണ്. നെക്സ്റ്റ് പ്രസൻസ് ഓഫ് പിഗ്മെന്റ് ആണ്. അവിടെ നമ്മൾ ഗോൾഡൻ യെല്ലോ പിഗ്മെന്റ് ആണ് പറഞ്ഞതെങ്കിൽ ഡൈനോഫ്ലജല്ലേറ്റ്സിൽ യു ക്യാൻ സീ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ്. ഇഷ്ടം പോലെ യെല്ലോ, റെഡ്, ബ്രൗൺ, green, etc. Different types of pigments are present on the cell wall. Based on the presence of pigment, the cell structure അല്ലെങ്കിൽ സെല്ലിന്റെ കളർ ആൾസോ ഡിഫറെന്റ്. അപ്പോൾ യെല്ലോ കൂടുതലാണെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും, റെഡ് കൂടുതലാണെങ്കിൽ റെഡ് ആയിരിക്കും, ബ്രൗൺ ആണെങ്കിൽ ആ സെൽ വാളിലായിരിക്കും ഈ പറയുന്ന പിഗ്മെന്റിന്റെ പിഗ്മെന്റേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാം. യൂണിസെല്ലുലാർ ആണ്, അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിന്റെ കളറും മാറിക്കൊണ്ടിരിക്കും. ഇനി അതിന്റെ ഷേപ്പ് നമ്മൾ മറ്റേ പറഞ്ഞു സോപ്പ് ബോക്സ് പോലെയാണ് അതിന്റെ ഷേപ്പ്. ഇവിടെ ഏകദേശം ഒരു ടോപ്പ്, ഒരു പമ്പരത്തിന്റെ ഷേപ്പ് ആയിട്ടാണ്. അതായത് ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള 4 ഫറോസ് കാണാം, 2 ഫറോസ് കാണാൻ പറ്റും. ഗ്രൂവ്സ് ഏകദേശം ഇതേപോലൊരു ഷേപ്പില് ആയിട്ടാണ് ഈ പറയുന്ന ഡൈനോഫ്ലജല്ലേറ്റ്സിനെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു ഷേപ്പില്. ഇതിൽ നമുക്ക് 2 ഫറോസ് കാണാനുണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു ഫറോ. ആ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഫറോയിൽ നിന്ന് ഒരു ലോങ് ആയിട്ടുള്ള ഫ്ലജല്ല പ്രൊഡ്യൂസ് ചെയ്യും. 2 ഫ്ലജല്ല ഉണ്ടെന്ന് പറഞ്ഞു. ലോങ് ആയിട്ടുള്ള ഫ്ലജല്ല arise from the longitudinal ആയിട്ടുള്ള ഫറോസിൽ നിന്ന് that helps in movement. Next flagella originate transverse ആയിട്ട് അതേ സെൽ വാളിനെ റൗണ്ട് ചെയ്തിട്ടാണ് കാണുക. അപ്പോൾ ആ സെൽ വാളിനെ റൗണ്ട് ചെയ്തിട്ട് കാണുന്നത്, കംപ്ലീറ്റ് സെല്ലിനെ റൗണ്ട് ചെയ്തിട്ടാണ് അടുത്ത ഫ്ലജല്ല കാണുന്നത്. അത് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് കാണുന്നത്. നമ്മളൊരു പമ്പരത്തിൽ ഒരു നൂല് ചുറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതേപോലെയാണ് ഈ ഫ്ലജല്ല. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പിന്നിങ് മൂവ്മെന്റ്. നമ്മൾ പമ്പരം കറക്കി വിടില്ലേ, അതുപോലെയുള്ള ഒരു മൂവ്മെന്റിനാണ് ഏത് സഹായിക്കുന്നത്? ഈ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഫ്ലജല്ല സഹായിക്കും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് മൂവ്മെന്റിന്. അന്ന് ഫ്ലജല്ല സാധാരണ രീതിയിൽ 2 and 4th മൂവ് ചെയ്തിട്ട് അത് കറക്റ്റ് പെൻഡുലം മൂവ്മെന്റ് പോലെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. തിരിഞ്ഞ് മൂവ്മെന്റ്, അതായത് വേൾ ചെയ്തിട്ട് ഒരു സ്പിന്നിങ് മോഡൽ ആണെങ്കിൽ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല. സോ ഈ ഗ്രൂവിന് പറയുന്ന പേരാണ് ഫറോ. ഈ ഫറോസിലാണ്, സെൽവാളിൽ കാണുന്ന ഈ ഫറോസിലാണ് എന്ത് കാണുന്നത്? ഫ്ലജല്ല കാണുന്നത്. ഇത് അതിന്റെ പെക്യൂലിയാരിറ്റി ആണ്. ദെൻ ഈ ട്രാൻസ്വേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത് സ്പിന്നിങ് മൂവ്മെന്റിനാണ്. അതുകൊണ്ട് തന്നെ ഇതിന്
വേൾ മൂവ്മെന്റ് എന്നാ പറയുന്നത്. തിരിഞ്ഞ് നമ്മൾ വേൾപൂൾ എന്നൊക്കെ പറയില്ലേ, വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ സ്പിൻ ചെയ്യാൻ സഹായിക്കുന്ന ഫ്ലജല്ലയാണ് ഈ പറയുന്ന ട്രാൻസ്വേഴ്സ് ആയിട്ട്. അപ്പൊ 2 ഫ്ലജല്ല അതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. സെൽ വാള് സെല്ലുലോസിക് ആണ്. യെല്ലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ് കാണും. അപ്പൊ അത് ഫോട്ടോസിന്തറ്റിക് ആണ്, യാതൊരു സംശയമില്ല. എക്വാട്ടിക് ആണ്, മറൈൻ ആണ്. കോമൺ പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, റെഡ് പിഗ്മെന്റ് കൂടുതലായിട്ട് കാണുന്ന ഒരു എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഗോണി ഓളക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഗോണി ഓളക്സ് ഡൈനോഫ്ലജലേറ്റിലെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഈ ഗോണി ഓളക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രോമിനന്റ് വിത്ത് വിച്ച് പിഗ്മെന്റ്? റെഡ് പിഗ്മെന്റ് ആണ്. ഈ റെഡ് പിഗ്മെന്റ് കൂടുതലുള്ള ഗോണി ഓളക്സ് ഡ്യൂറിംഗ് ഫേവറബിൾ കണ്ടീഷൻ ദേ മൾട്ടിപ്ലൈ എനോർമസ്ലി. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ several times multiply during ഏത് കണ്ടീഷനാണ്? ഫേവറബിൾ കണ്ടീഷൻ. ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ അത് മൾട്ടിപ്ലൈ ചെയ്യും, ധാരാളം മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ധാരാളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ that sea അല്ലെങ്കിൽ ഓഷ്യൻ appears as red in color. അപ്പൊ ഞാൻ പറഞ്ഞു സെൽവാളില് ഏത് പിഗ്മെന്റ് ആണ് ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് സെല്ലിന്റെ കളർ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഗോണി ഓളക്സിൽ റെഡ് പിഗ്മെന്റ് ആണ് കൂടുതലുള്ളത്. ഇറ്റ് മൾട്ടിപ്ലൈ സെവറൽ ടൈംസ്. നമ്മൾ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഡയറ്റമേഴ്സ് എർത്ത് കാണുന്നത് പോലെ തന്നെ അത്രമാത്രം ഓവർ മൾട്ടിപ്ലിക്കേഷൻ ഗോണി ഓളക്സിന് നടക്കുകയാണെങ്കിൽ തിരമാലകൾ ആ പ്രത്യേക റീജിയനിലെ തിരമാലകൾക്ക് റെഡ് കളറായിട്ട് അപ്പിയർ ചെയ്യും. സോ ഇറ്റ് ഫോംസ് എ പെർട്ടിക്കുലർ പ്രോസസ് അല്ലെങ്കിൽ ഫിനോമിന ഇസ് നോൺ ആസ് റെഡ് ടൈഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് റെഡ് ടൈഡ്? റെഡ് ടൈഡ് ഈസ് ഡ്യൂ ടു over multiplication of goni olex with red pigment in dinoflagellate. Point correct ആയിട്ട് മനസ്സിലാക്കുക. That is red tide is due to several times, that is over multiplication during ഏത് condition ആണ്? favorable condition, which is organism goni olex with prominent with which pigment? red pigment. ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഡൈനോഫ്ലജലേറ്റിലാണ്. then photosynthetic protistale ആണ്. ഈ പോയിന്റ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് എക്വാട്ടിക് ആണ്. ദേ ആർ ആൾസോ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. അതുപോലെ തന്നെ ദേ ആർ പ്രൊഡ്യൂസിങ് ടോക്സിൻസ് എഗൻസ്റ്റ് പ്രിഡേറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഫുഡ് ചെയിൻ വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കുക ഈ പ്രോട്ടിസ്റ്റ ഗ്രൂപ്പുകാരെയാണ്. പ്രോട്ടിസ്റ്റേനെ അറ്റാക്ക് ചെയ്യാനായിട്ട് എക്വാട്ടിക് സിസ്റ്റത്തിൽ ഇഷ്ടംപോലെ പ്രിഡേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു ഓർഗാനിസത്തിനും പ്രിഡേറ്ററിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സർട്ടൻ മെക്കാനിസംസ് ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു മെക്കാനിസമാണ് ഈ ടോക്സിൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫയറോഫൈറ്റ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ ഫയർ ആൽഗെ എന്ന് പറയാനുള്ള കാരണം? ദേ കണ്ടെയ്ൻ എ സ്പെഷ്യൽ ഫോട്ടോസ് അതായത് പിഗ്മെന്റ്, പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ് ലൂസിഫെറിൻ. ലൂസിഫർ സിനിമയൊക്കെ പറയുന്ന പോലെ തന്നെ ലൂസിഫെറിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്, ഒരു പ്രോട്ടീൻ പിഗ്മെന്റ് ആണ് ലൂസിഫെറിൻ എന്ന് പറയുന്നത്. ആ പിഗ്മെന്റ് കൺവേർഷൻ നടക്കുകയാണ് എൻസൈമിന്റെ പ്രസൻസിൽ. ലൂസിഫിറേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ അതിന് കെമിക്കൽ ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് ലൈറ്റ്. ആ ലൈറ്റിന് അല്ലെങ്കിൽ ആ പ്രകാശത്തിന് ആ ഫയറിന് ചൂടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു പ്രകാശം മാത്രം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബയോലൂമിനൻസ് അല്ലെങ്കിൽ ഫോസ്ഫോറസെൻസ്, നമ്മൾ മിന്നാമിനിങ്ങി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് കൂട്ടമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രകാശം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ കാരണം ഒരു സ്പെഷ്യൽ പിഗ്മെന്റ് ആണ്, പ്രോട്ടീൻ പിഗ്മെന്റ് ആണ് ലൂസിഫെറിൻ എന്ന് പറയുന്നത്. അത് ഏതായിട്ട് കൺവേർട്ട് ചെയ്യും? ലൂസിഫിറേസ് എൻസൈമിന്റെ പ്രസൻസിൽ അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ഏത് ആൽഗെ എന്ന് പറയുന്നത്? ഫയർ ആൽഗെ എന്ന് പറയാനുള്ള കാരണം പ്രസൻസ് ഓഫ് ലൂസിഫെറിൻ ആണ്. അല്ലെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് ബയോലൂമിനൻസസ്. ബയോലൂമിനൻസ് അല്ലെങ്കിൽ ഫോസ്ഫോറിസെൻസ്. ബയോലൂമിനൻസ് അല്ലെങ്കിൽ ഫോസ്ഫോറിസെൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. അതിന്റെ അർത്ഥം ലൈറ്റ് അല്ലെങ്കിൽ ഫയർ
പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയാണ് ഏതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഡൈനോഫ്ലജലേറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കമ്പയർ ചെയ്ത് പഠിക്കുക. സ്റ്റിഫ് സെല്ലുലോസിക് സെൽവാള്, എല്ലാ തരത്തിലുള്ള പിഗ്മെന്റും കാണും. റെഡ് പിഗ്മെന്റ് പ്രോമിനന്റ് ആയിട്ടുള്ളതാണ് ഗോണിയോളക്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡയറ്റമേഷ്യസ് എർത്താണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റെഡ് ടൈഡ് ആണ്. റെഡ് ടൈഡിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഫയർ ആൽഗെ, നമ്മൾ ഗോൾഡൻ ആൽഗെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഫയർ ആൽഗെ എന്ന് പറയാനുള്ള കാരണം ലൂസിഫെറിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പിഗ്മെന്റ് ആണ്. അതിന് കൺവേർഷൻ നടന്നിട്ട് അതിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു ഫയർ പോലെ ഒരു പ്രകാശം ഉണ്ടാക്കും. അത് ബയോലൂമിനൻസ് അല്ലെങ്കിൽ ഫോസ്ഫോറിസൻസ് അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഫയർ എന്ന പേരിലാണ് അറിയുന്നത്. സോ ഫയർ ആൽഗെ എന്ന് പറയാനുള്ള പേര്, ഡൈനോഫ്ലജലേറ്റ് എന്ന് പറയാനുള്ള പേര്, ഇതെല്ലാം കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. 2 ഫ്ലജല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഫ്ലജല്ല മൂവ്മെന്റിന് സഹായിക്കും. ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഫ്ലജല്ല സ്പിന്നിങ് മൂവ്മെന്റിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഏകദേശം ഒരു ഓവറോൾ പിക്ചർ ഓഫ് ഫൈറോഫൈറ്റ എന്ന് പറയുന്നത്. ഇക്കണോമിക് ഇമ്പോർട്ടൻസ്, ദേ ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ലാസ്റ്റ് നമ്മൾ പ്രോട്ടിസ്റ്റയുടെ കംപ്ലീറ്റ് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് മീൻസ് പോസിറ്റീവും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നെഗറ്റീവും ഉണ്ടായിരിക്കും. ഇത്രയും ഭാഗങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അടുത്ത ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറുകയാണ്. ദാറ്റ് ഈസ് തേർഡ് ഗ്രൂപ്പാണ് യൂഗ്ലിനോയിഡ്സ്. 3ഉം കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാനുള്ളത്. ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ്സ് മാത്രം പ്രൊജക്ട് ചെയ്ത് പഠിക്കുക. അതാണ് വൺ വേർഡുകളായിട്ട് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളത്.